ഓം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. നമസ്തേ. അധ്യാത്മരാമായണ പാരായണത്തിന്റെ രണ്ടാം ഭാഗം. ഒന്നാം ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആ ഒന്നാം ഭാഗം വായിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഞാൻ പറഞ്ഞു, ഹനുമാന് തത്വോപദേശം. ആ ഹനുമാന് തത്വോപദേശം എന്ന് പറയുന്ന ആ ഭാഗത്തിൽ ഇവിടെ ശ്രീരാമന്റെ കഥ അവിടെ പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. ശ്രീരാമൻ ജനിച്ചതും അതിൽ രാവണ വധം, അതും കഴിഞ്ഞ് പട്ടാഭിഷേകം വരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ സീതാദേവി ഹനുമാന് ആ തത്വം ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ആ തത്വം ഉപദേശിച്ചു കൊടുക്കുന്നതിന്റെ പ്രധാന കാരണം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് അവസാനം ശരിക്കും പറയേണ്ട കാര്യമല്ലേ? കാരണം പട്ടാഭിഷേകവും കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണിത്. പക്ഷെ ഇത് ഇവിടെ പറയുന്നത് ആദ്യമാണ്. ഇത് എന്തിനാണ് ആദ്യം പറയുന്നത്? ഇത് ആദ്യം പറയുന്നത്, ഇത് എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി പറയുന്നതാണ്. കാരണം നമ്മൾ ഈ രാമായണം വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ശ്രീരാമൻ കേവലം മനുഷ്യനല്ല, പരബ്രഹ്മ തത്വമാണ്, പരമാത്മാവാണ്. അപ്പൊ പരമാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരു മനുഷ്യന്റെ കഥ നമ്മൾ വായിക്കുകയല്ല. ആ സത്യം എഴുത്തച്ഛൻ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തരികയാണ്. അപ്പൊ അത് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വായിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം, ശ്രീരാമൻ പരബ്രഹ്മ തത്വമാണ്, പരബ്രഹ്മ തത്വത്തിനെ കുറിച്ചിട്ടാണ്, പരമാത്മാവിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇവിടെ പഠിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധം നമ്മിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ അതായത് അവസാന ഭാഗത്തെ പട്ടാഭിഷേകം കഴിഞ്ഞിട്ട് ഹനുമാന് സീത രാമതത്വം പറഞ്ഞു കൊടുക്കുന്ന ഭാഗം നമ്മൾ വായിക്കുന്ന ഒന്നാം ദിനം തന്നെ നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ ദിനത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം, ഇവിടെ നമ്മൾ അറിയാം എന്താണ്, പുത്രലാഭാലോചന കഴിഞ്ഞു. അപ്പൊ ഇനി പുത്രകാമേഷ്ടി, അതുപോലെ തന്നെ ശ്രീരാമ അവതാരം, കൗസല്യ സ്തുതി, ശ്രീരാമന്റെയും സഹോദരന്മാരുടെയും ബാല്യവും കൗമാരവും, വിശ്വാമിത്രന്റെ യാഗരക്ഷ, താടകാവധം, അഹല്യാമോക്ഷം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാം ഭാഗത്ത് വായിക്കാം. അപ്പൊ നമ്മളിങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് 30 ദിവസം വായിക്കേണ്ട ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഈ സാരാംശം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം വായിക്കുന്ന സാരാംശം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ദിവസം നമുക്ക് ഇത്രയും ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഈ സാരാംശം കേട്ടിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ വായനയ്ക്ക് നല്ലൊരു സുഖം ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഭാഗങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ 30 ദിവസവും നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് വായന പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചില ദിവസങ്ങൾ കൂടി വായിക്കോ, അവസാന സമയത്ത് ഒന്നും എത്താത്ത രീതിയിലോ, ചില ആൾക്കാർ 2 പ്രാവശ്യമൊക്കെ രാമായണം വായിക്കാറുണ്ട്. ആ 2 പ്രാവശ്യമൊക്കെ 2-അധികം പ്രാവശ്യം രാമായണം വായിച്ച് തീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇത് 2 ദിവസം പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരേ ദിവസം തന്നെ കേട്ടിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പം നമുക്ക് 2 പ്രാവശ്യം പൂർണ്ണമായിട്ട് വായിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഈ പൂർണ്ണമായിട്ട് വായിക്കുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ വളരെ മനസ്സിരുത്തി അത് കൂടുതൽ വായിച്ചാലും പ്രശ്നമില്ല. ഒന്ന് ഈ ഹനുമാന് തത്വോപദേശം തന്നെയാണ്. അതുപോലെ തന്നെ കൗസല്യ സ്തുതി, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ ലക്ഷ്മണോപദേശങ്ങൾ, ഒരു ലക്ഷ്മണോപദേശമല്ല, ലക്ഷ്മണോപദേശങ്ങൾ. അപ്പോൾ ലക്ഷ്മണോപദേശങ്ങളൊക്കെ, അതുപോലെ തന്നെ അഹല്യാസ്തുതി, അങ്ങനെ ഒരുപാട് സ്തുതികളും ഭഗവാനെ പ്രകീർത്തിക്കുന്നതൊക്കെ ആയിട്ടുള്ള, ഭഗവാനായി പരമാത്മാവാണെന്ന് നമുക്ക് എഴുത്തച്ഛൻ ശരിക്കും മനസ്സിലാക്കി തരുന്ന കുറേ ഭാഗങ്ങൾ രാമായണത്തിലുണ്ട്. അതൊക്കെ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി വായിക്കേണ്ട, അല്ലാണ്ട് കഥ മാത്രം നമ്മൾ ഓടിച്ച് വായിക്കേണ്ട ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗങ്ങളാണ് രണ്ടാം ദിനത്തിൽ, ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് രണ്ടാം ദിനത്തിൽ വായിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, പുത്രലാഭ ആലോചന കഴിഞ്ഞു. ഇനി പുത്രകാമേഷ്ടി, വസിഷ്ഠന്റെ നിർദ്ദേശപ്രകാരം ദശരഥ മഹാരാജാവ് വിഭാണ്ഡക പുത്രനായിട്ടുള്ള ഋഷ്യശൃംഖനെ അയോധ്യയിലേക്ക് വരുത്തിച്ചു. എന്നിട്ട് സരയൂ നദീ തീരത്ത് ഒരു പർണശാലയൊക്കെ കെട്ടിയിട്ട് അവിടെ അശ്വമേധയാഗം നടത്തി. അശ്വമേധയാഗം നടത്തിയതിന് ശേഷം പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ്. ഈ പുത്രകാമേഷ്ടി യാഗത്തിൽ നിന്നും അഗ്നിദേവൻ വരികയാണ്. എന്നിട്ട് അഗ്നിദേവൻ വന്നിട്ട് ഒരു പായസപാത്രം ദശരഥ മഹാരാജാവിനെ ഏൽപ്പിക്കുകയാണ്. ദശരഥ മഹാരാജാവ് ഇത് തൻ്റെ 2 ഭാര്യമാർക്കാണ് കൊടുക്കുന്നത്. കൗസല്യക്കും കൈകേയിക്കും നേരെ പകുത്തിട്ട് കൊടുക്കുന്നതായിട്ടാണ് അധ്യാത്മരാമായണത്തിൽ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന ഇതിന്റെ സാരാംശം കൃത്യമായിട്ട് അധ്യാത്മരാമായണത്തിലത്തേത് മാത്രമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഒരു 20ഓളം വീഡിയോകൾ രാമായണത്തിനെ കുറിച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൽ
ഞാൻ വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും കമ്പൈൻ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വാൽമീകി രാമായണത്തിൽ അതെങ്ങനെ പറയുന്നു, അധ്യാത്മ രാമായണത്തിൽ എങ്ങനെ പറയുന്നു കമ്പൈൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അധ്യാത്മ രാമായണം പറഞ്ഞിട്ട് വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് അധ്യാത്മ രാമായണത്തിലെ കാര്യങ്ങൾ മാത്രമാണ്. ഞാൻ വാൽമീകി രാമായണത്തിലോട്ട് കടക്കുന്നില്ല. കാരണം പൂർണ്ണമായിട്ടും അധ്യാത്മ രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളിത് കേട്ട് മനസ്സിലാക്കിയിട്ട് വായിക്കുക. അധ്യാത്മ രാമായണത്തിൽ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഈ വർഷത്തെ ഉദ്യമം അത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഈ വർഷം ഞാൻ വാൽമീകി രാമായണം സ്പർശിക്കുന്നേ ഇല്ല. അധ്യാത്മ രാമായണം മാത്രമേ പറയുന്നുള്ളൂ. കഴിഞ്ഞ വർഷം രണ്ടും കൂടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ എന്താണ് ചിലർക്ക് സംശയം തോന്നാം, ഈ പായസം ഇങ്ങനെയല്ലല്ലോ കൊടുക്കുന്നത്, വേറെ എങ്ങനെയൊക്കെയാണല്ലോ കഥ കേട്ടിട്ടുള്ളത് എന്ന്. അങ്ങനെ പല രാമായണങ്ങളിലും പല തരത്തിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അത് അഗ്നിദേവനല്ലല്ലോ വരുന്നത്, ഇങ്ങനെയൊക്കെ പല വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് മുഴുവൻ അധ്യാത്മ രാമായണത്തിൽ, എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിലെ ഭാഗം മാത്രമാണ്. അവിടെ അഗ്നിദേവൻ വരികയാണ്, പായസം ദശരഥ മഹാരാജാവിന് കൊടുക്കുകയാണ്. അദ്ദേഹം അത് രണ്ടായിട്ട് പകുത്തിട്ട് തൻ്റെ 2 ഭാര്യമാർക്ക് കൊടുക്കുകയാണ്. ഈ 2 ഭാര്യമാരും എന്താണ് ചെയ്യുന്നത്, അവർ തങ്ങൾക്ക് കിട്ടിയ ഭാഗത്തിൽ നിന്ന് വീണ്ടും പകുത്തിട്ട് സുമിത്ര കൂടി കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേരും ഇവര് പായസമൊക്കെ കഴിച്ചു. ഇവരൊക്കെ എന്താണ് ഗർഭചിഹ്നങ്ങൾ വന്നു തുടങ്ങി. നമുക്കറിയാം, ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗർഭചിഹ്നങ്ങൾ നമുക്കറിയാം. വയറൊക്കെ എന്താണ് വളർന്നു വരാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഗർഭചിഹ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട് നമ്മുടെ ഭാഗത്തൊക്കെ. സീമന്തം, പുംസവൻ, അത് ഓരോ ഭാഗത്തിൽ ഓരോ രീതിയിലാണ് അതിന്റെ പേരൊക്കെ. അപ്പോൾ എന്താണ് ഈ ഇങ്ങനെയുള്ള ഷോഡശ സമ്പ്രദായങ്ങൾ എന്ന് പറയും, ഷോഡശ കർമ്മങ്ങൾ എന്ന് പറയും. 16 കർമ്മങ്ങൾ ഒരു മനുഷ്യ ജീവന്റെ പൂർത്തീകരണത്തിനായിട്ടുണ്ട് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം. 16 കർമ്മങ്ങൾ പറയും, ഷോഡശ കർമ്മങ്ങൾ. ഈ ഷോഡശ കർമ്മങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് സീമന്തം, പുംസവനം എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ഗർഭിണികൾക്കായിട്ടുള്ള ചടങ്ങുകളാണത്. ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ്, വേണ്ടുന്ന രീതിയിലുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വലിയ പരിചരണമാണ്. കാരണം കിട്ടാതെ കിട്ടുന്ന കുട്ടികളാണ്, പിന്നെ രാജപത്നിമാരും കൂടിയാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ എന്താണ് ഈ ഓരോ സമയത്തും ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഓരോ ശുഭകർമ്മങ്ങൾ വരുമ്പോഴും ദാനങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവർ പൂർണ്ണ ഗർഭിണിമാരായി. അങ്ങനെ എന്താണ് ഈ 3 ഭാര്യമാരും 4 പുത്രന്മാരെ പ്രസവിക്കുകയാണ്. ആ വായിക്കാൻ പോകുന്ന ഭാഗം, നമ്മളിപ്പോൾ ഇതുവരെ വായിച്ച ഭാഗം പുത്രകാമേഷ്ടി യാഗമാണ്. ഇനി അടുത്തത് ശ്രീരാമാവതാരം. അപ്പോൾ ആ ശ്രീരാമാവതാരത്തിലാണ് ഈ 4 കുമാരന്മാർ, 4 കുട്ടികൾ ജനിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അവിടെ ആദ്യം തന്നെ കൗസല്യ പ്രസവിക്കുകയാണ്. കൗസല്യ പ്രസവിക്കുന്നത് ആരാണ്? മഹാവിഷ്ണു ഇവിടെ കൗസല്യയുടെ പുത്രനായിട്ട് വന്നിരിക്കുകയാണ്, ശ്രീരാമനായിട്ട് ഇവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ജനിക്കുന്ന നക്ഷത്രവും തിഥിയൊക്കെ ഇവിടെ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. ഇവിടെ കർക്കടക ലഗ്നത്തിലാണ് ജനിക്കുന്നത്, പുണർദം നക്ഷത്രത്തിലാണ്. തിഥി പറയുന്നത് നവമിയാണ്. നമുക്കറിയാം ശ്രീരാമ നവമി ആഘോഷിക്കുന്നത്, നവമി തിഥിയിൽ ശ്രീരാമ നവമി ആഘോഷിക്കാറുണ്ട്. അത് നമ്മുടെ മലയാളികളാണ് ഈ നക്ഷത്രം നോക്കുന്നത്, നമ്മൾ 27 നാളുകളായിട്ട് നോക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാർ 15 ദിവസമുള്ള തിഥിയാണ് നോക്കുന്നത്. അതായത് വെളുത്ത പക്ഷം, കറുത്ത പക്ഷം, ഈ രീതിയിലാണ് തിഥിയാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നവമി 9ാം ദിവസം, അത് 15 വരെ ഉള്ളൂ. പിന്നെ വീണ്ടും എന്താണ് ഏകം, ദ്വേ, ആ രീതിയിൽ പോകും. അങ്ങനെ 15 ദിവസമായിട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീരാമ നവമി ആഘോഷമൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ മഹാവിഷ്ണു കൗസല്യയുടെ പുത്രനായിട്ട് അവതരിക്കുകയാണ്. അതേപോലെ തന്നെ കൈകേയിയുടെ പുത്രനായിട്ട് ഭരതൻ ജനിക്കുന്നത് നമ്മുടെ മലയാള നക്ഷത്രപ്രകാരം നോക്കുകയാണെങ്കിൽ പുണർദം കഴിഞ്ഞ് പൂയ നക്ഷത്രത്തിലാണ്. പിന്നീട് ലക്ഷ്മണനും ശത്രുഘ്നനും തൊട്ടടുത്ത ദിവസം ആയില്യ നക്ഷത്രത്തിൽ. എല്ലാവരും ഓരോ ദിവസത്തിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ കൗസല്യ ശ്രീരാമനെ പേരൊന്നിട്ടില്ല, പക്ഷേ എങ്കിലും ശ്രീരാമനെ പ്രസവിച്ച സമയത്ത് മനസ്സിലാവുകയാണ് എന്താണ് ഇത്, അവിടെ ഭഗവാൻ വന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ കൗസല്യ മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ കൗസല്യയുടെ മുന്നിൽ ഭഗവാനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ആകുമ്പോൾ കൗസല്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. പരമാത്മാവേ, ലോകനാഥ, ജനന മരണമില്ലാത്തവനെ, ഭഗവാനെ, നാരായണ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ എന്താണ് നല്ല കിരീടമൊക്കെ ധരിച്ച് വളരെ മനോഹരമായിട്ടുള്ള മുടികളൊക്കെ ആയിട്ട് കൗസ്തുഭമൊക്കെ അണിഞ്ഞ് അവിടെ എന്താണ് മാറിൽ ശ്രീവത്സം എന്ന മറുകൊക്കെ ഉണ്ട്, കുണ്ടലങ്ങളൊക്കെ ആയിട്ട് അവിടെ മനോഹരമായിട്ടുള്ള മുടിയോടൊക്കെ കൂടിയിട്ട് ഇവിടെ കൗസല്യ ദേവിയുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന ഭഗവാനെ കൗസല്യ സ്തുതിക്കുകയാണ്. നമസ്തേ ദേവദേവ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ എന്താണ് ശംഖും ചക്രവും ഗദാ പത്മം ഒക്കെ ധരിച്ചുകൊണ്ടാണ് ഭഗവാൻ മുന്നിലുള്ളത്. ലോകനാഥ,
എന്താണ് എൻ്റെ മുന്നിൽ അങ്ങ് വന്ന് പ്രത്യക്ഷപ്പെട്ടു ശൗരേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താണ് ഭഗവാൻ ഇങ്ങനെ പ്രകീർത്തിക്കുകയാണ്. അങ്ങ് മായാദേവിയെ കൊണ്ട് പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുകയാണ്. സത്വാദി ഗുണത്രയത്തെ ത്രയ ഗുണങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കുന്ന അങ്ങയെക്കുറിച്ചാണ്. അങ്ങ് പരാപരനാണ്, പരബ്രഹ്മമാണ്. അങ്ങ് എന്താണ്? അങ്ങ് പരിപൂർണനാണ്, അച്യുതനാണ്, അങ്ങ് അവ്യയനാണ്. അങ്ങനെയൊക്കെയുള്ള ഏകനും ഒക്കെ ആയിട്ടുള്ള അങ്ങ് എൻ്റെ മുന്നിൽ അങ്ങ് വന്നു എന്ന് പറഞ്ഞ് ഇവിടെ ദേവി കൗസല്യാദേവി വളരെ ഭക്തിമയമായിട്ടുള്ള സ്വരത്തിൽ ഭഗവാൻ ഇങ്ങനെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? അവ്യനും ഏകനും നിശ്ചലനും നിരാമയനും നിർമ്മമനും നിരഹങ്കാരനും ഒക്കെ ആയിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല പല വാക്കുകൾ ഇവിടെ എന്താണ് എഴുത്തച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളത് വായിച്ചു പോകുക. എന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഈ ലോകം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ എന്നാണ് അങ്ങയുടെ ഉദരത്തിലാണ്. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടാവ്. പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ ഉദരത്തിലാണ് ഉള്ളത്. പക്ഷെ അങ്ങ് ഇവിടെ എന്താണ്? എൻ്റെ ജഠരത്തിൽ വന്ന് പിറന്നു. ഞാൻ ലൗകിക ദുഃഖങ്ങളിൽ വശംവദയായിട്ടുള്ള ഒരു സാധാരണ സ്ത്രീയാണ്. പക്ഷെ മഹാമായ ശക്തിയുടെ അനുഗ്രഹത്താൽ അങ്ങ് എൻ്റെ വയറ്റിൽ വന്ന് പിറന്നിരിക്കുകയാണ്. അത് ഇവിടെ നോക്കുക. അതായത് പ്രപഞ്ചം മുഴുവൻ ഉദരത്തിൽ വെച്ചിട്ടുള്ള ആളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണു ഇവിടെ കൗസല്യാദേവിയുടെ ഉദരത്തിലാണ് വന്ന് പിറക്കുന്നത്. അതിൽ കൗസല്യാദേവി വളരെ വളരെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ സ്തുതിച്ചതിന് ശേഷം വളരെ ഭക്തി നിർവികാരതയോടുകൂടി പറയുകയാണ്. കൗസല്യാദേവി മഹാവിഷ്ണുവിനോട് പറയുകയാണ്, അങ്ങയുടെ രൂപം ഞാൻ കണ്ടു എന്നാണ്. എനിക്ക് എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞത് അങ്ങാണ്, മഹാവിഷ്ണുവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ മഹാവിഷ്ണു പറയുന്നുണ്ട് കൗസല്യാദേവിയോട്, എന്താണ്? പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നീ അതിഥി ദേവിയായിരുന്നു. അന്ന് ഞാൻ മകനായിട്ട് പിറക്കണമെന്ന് പറഞ്ഞ് നീ എന്നെ ഒരുപാട് ഭജിച്ചിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ജന്മത്തിൽ ഞാൻ അങ്ങയുടെ വയറ്റിൽ ഞാൻ വന്ന് പിറന്നത് അതുകൊണ്ടാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കശ്യപന്റെയും അതിഥി ദേവിയുടെയും പുനർജന്മമാണ് ഇവിടെ ദശരഥനും കൗസല്യാദേവിയും എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണ്? അങ്ങയുടെ വയറ്റിൽ വന്ന് പിറന്നിരിക്കുകയാണ്. അങ്ങയുടെ ആ ഭജനയുടെ, അങ്ങയുടെ പ്രാർത്ഥനയുടെ ആ ആഗ്രഹം ഇപ്പോൾ ഇവിടെ നിറവേറുകയാണെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന് പിറന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ആ കഴിഞ്ഞ ജന്മത്തിലെ പ്രാർത്ഥന, അപ്പം അത് നിമിത്തം ഇതാ ഇപ്പോൾ ഭഗവാന്റെ രൂപം ഇവിടെ കൗസല്യാദേവിക്ക് കാണാൻ വേണ്ടി സാധിച്ചിരിക്കുകയാണ്. ഇത് മോക്ഷ മാർഗമായിട്ടുള്ള രൂപമാണ്. ഈ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് മോക്ഷദായക പ്രദമാണ് എന്ന് ഇവിടെ കൗസല്യാദേവി പറഞ്ഞുകൊണ്ട് ഇവിടെ മഹാവിഷ്ണുവോട് പറയുകയാണ്. എന്താണ്? ഞാൻ ഈ രൂപം കണ്ടു, എനിക്ക് തൃപ്തിയായി, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനി എനിക്കെന്താണ്? എനിക്ക് അങ്ങ് ഈ രൂപം മായ്ക്കണം. എന്നിട്ട് എനിക്ക് എൻ്റെ ശിശുരൂപം തന്നെ കാണണം. എനിക്ക് അങ്ങയെ ലാളിക്കണം, എനിക്ക് പരിചരിക്കണം. എനിക്ക് ആ ശിശുരൂപം തന്നെ എനിക്ക് കാണിച്ചു തരുമെന്ന് പറയുകയാണ്. ഇവിടെ കൗസല്യ ഭക്തിയും അതുപോലെ തന്നെ സംഭ്രമവും ഒക്കെ കൂടിക്കലർന്നൊരവസ്ഥയിലാണ്. കാരണം കുട്ടി ജനിച്ചു, അമ്മയായ സ്ഥലത്തൊന്നാണ് കാണുന്നത് ഭഗവാൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയല്ല വേണ്ടത്, എനിക്ക് എൻ്റെ കുട്ടിയായിട്ട് തന്നെയാണ് വേണ്ടത്. അങ്ങ് ശൈശവ രൂപത്തിലോട്ട് അങ്ങ് മാറണം എന്ന് പറയുകയാണ്. അങ്ങനെ മഹാവിഷ്ണു എന്താണ് അവിടുന്ന് അപ്രത്യക്ഷനാകുകയാണ്. ആ ശിശുവിൻ്റെ കരച്ചിൽ എല്ലാവരും കേൾക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭൃത്യന്മാരും ഒക്കെ ഓടി വരികയാണ് സന്തോഷം കൊണ്ട്. കാരണം ആദ്യത്തെ കുട്ടിയാണ് ജനിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നാണ് അവിടെ കൊട്ടാരത്തിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അപ്പോൾ ഭൃത്യന്മാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ദശരഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് ഓടി പറയുകയാണ്, കൗസല്യാദേവി പ്രസവിച്ചു. അങ്ങനെ ദശരഥന് ഓടി വരികയാണ്. എന്നിട്ട് എല്ലാവർക്കും ഈ വന്ന് പറഞ്ഞ ആൾക്കാരനെ ഉടൻ തന്നെ ആഭരണം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും എന്താണ് സമ്മാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താണ് ശ്രീരാമൻ്റെ ജനനം. തൊട്ടടുത്ത ദിവസം ആണ് കൈകേയി ദേവി ഭരതനെ പ്രസവിച്ചു, നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ സുമിത്രാദേവി ലക്ഷ്മണനെയും ശത്രുഘ്നെയും പ്രസവിച്ചു. അങ്ങനെ അയോധ്യയിൽ 4 കുട്ടികളില്ലാതിരുന്ന അയോധ്യയിൽ എന്തായി 4 കുട്ടികൾ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവരുടെ രൂപസൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ, ശ്രീരാമന്റെ രൂപസൗന്ദര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 4 കുട്ടികൾ അയോധ്യയിൽ ഓടിക്കളിക്കുകയാണ്, ചെറിയ കുട്ടികൾ ഓടിക്കളിക്കുകയാണ്. ആ രൂപസൗന്ദര്യം, അതുപോലെ വിശ്വമോഹനമായിട്ടുള്ള ആ ഭംഗിയും, ആ ശ്രീരാമന്റെ ഒക്കെ ചുണ്ടിനെ കുറിച്ചും, അതായത് ആ പല്ല് മുളച്ചു വരുന്ന സമയത്തുള്ള ആ പല്ലുകളെ കുറിച്ചും ഒക്കെ എഴുത്തച്ഛൻ ഇവിടെ ഇങ്ങനെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ആ ചിരിയും അതുപോലെ തന്നെ കുറുനിരകളെ കുറിച്ചിട്ടും ഒക്കെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള അയോധ്യ നിവാസികളുടെ സന്തോഷത്തെക്കുറിച്ചും ഒക്കെ ഇവിടെ പറയുകയാണ്. അങ്ങനെ അതേ സമയത്ത് തന്നെ വസിഷ്ഠ ഗുരു ഇവർക്ക് ജാഥ കർമ്മങ്ങളൊക്കെ നടത്തുകയാണ്. അതേപോലെ തന്നെ ഇവർക്ക് നാമകരണം ചെയ്യുകയാണ്. മൂത്ത മകനായിട്ടുള്ള കുട്ടിക്ക് രാമൻ എന്ന് പേരിടുകയാണ്. അതായത് ലോകത്തെ മുഴുവൻ രമിപ്പിക്കുന്നവൻ എന്നുള്ളതാണ്
ആ വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഭരണ നിപുണനായിരിക്കും എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഭരതൻ എന്ന് പേരിടുകയാണ്. 14 വർഷം ശ്രീരാമൻ കാട്ടിൽ വസിച്ച സമയത്ത് ഭരതനാണ് കോസല രാജ്യത്തെ ഭരിച്ചിരുന്നത്. പക്ഷെ ആ ഭരിക്കുന്ന സമയത്തും എന്താണ്, സിംഹാസനത്തിൽ ഇരുന്നല്ല ഭരിച്ചത്, ഒരു സന്യാസിയെ പോലെയാണ് ഭരിച്ചത്. ആ ഭരിച്ചിട്ട് തിരിച്ചു വന്ന സമയത്ത് ശ്രീരാമദേവനെ ഭരതൻ ആ സമയത്ത് ഖജനാവിലൊരു കണക്കുകളൊക്കെ ബോധിപ്പിക്കുന്ന ഒരു രംഗം നമുക്ക് അധ്യാത്മ രാമായണത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് മനസ്സിലാകും ഭരണ നിപുണനാണ് ഭരതൻ. ആ പേര് അന്വർത്ഥമാക്കുന്നത് അവിടെയാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശത്രുഘ്നൻ. ലക്ഷണയുക്തൻ എന്നുള്ള രീതിയിലാണ് ലക്ഷ്മണൻ എന്ന പേര്. അങ്ങനെ ഓരോ കുട്ടികൾക്കും അത് യുക്തമായിട്ടുള്ള നാമം ഇവിടെ വസിഷ്ഠൻ ഇവിടെ നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ നാമകരണം നടത്തുകയാണ്. ഈ കുട്ടികളുടെ ബാല്യലീലകളും കഴിഞ്ഞ് അതുപോലെ തന്നെ കൗമാരത്തിലോട്ട് മാറുകയാണ്, ഉപനയനമൊക്കെ കഴിയുകയാണ്. അതേപോലെ തന്നെ അതിനുശേഷം അവരൊക്കെ എന്താണ്, പഠനത്തിന്റെ കാലഘട്ടമാണ്. പിന്നീട് വേദങ്ങളും വേദാംഗങ്ങളും സ്മൃതികളും ഒക്കെ ഇവിടെ വസിഷ്ഠനാണ് ഗുരു. വസിഷ്ഠൻ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അസ്ത്രവിദ്യകൾ, അങ്ങനെ മുഴുവൻ വിദ്യകളും ഇവിടെ വസിഷ്ഠനാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ പറയുകയാണ് എന്താണ്, ലോകത്തിന്റെ തന്നെ ഗുരുവാണ് ശ്രീരാമൻ. ലോക ഗുരുവാണ്. ആ ലോക ഗുരുവായിട്ടുള്ള ശ്രീരാമന്റെ ഗുരുവായിട്ട് ഇപ്പോൾ ഇവിടെ വസിഷ്ഠനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വസിഷ്ഠന്റെ ഒരു ഭാഗ്യം നോക്കണേ എന്ന് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അസ്ത്രവിദ്യകളൊക്കെ പഠിക്കുകയാണ് ഇവരെല്ലാം. ഈ 4 കുമാരന്മാരുടെയും സാഹോദര്യം, വളരെ സ്നേഹമാണ് പരസ്പരം, വളരെ വിശ്വാസമാണ് പരസ്പരം. അതുപോലെ തന്നെ ശ്രീരാമൻ കുറച്ചുകൂടി വളർന്നു, എല്ലാവരും വളർന്നു. എന്നിട്ട് ഭരണകാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി അച്ഛൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് ആഗമിക്കുന്നത്. അത് വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്നുള്ള ആ ഭാഗമാണത്. അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ടാണ് വിശ്വാമിത്രന്റെ ആഗമനം. കാരണം ഈ പരമാത്മാവ് ഇവിടെ അവതരിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ അങ്ങനെയാണ് പറഞ്ഞത്, പരമാത്മാവ് ഇവിടെ അവതരിച്ചിട്ടുണ്ട്. അപ്പൊ ആ പരമാത്മാവിനെ നേരിൽ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്രൻ വരുന്നത് എന്നാണ് എഴുത്തച്ഛൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ദശരഥൻ വളരെ സന്തോഷത്തോടുകൂടി പരിഭ്രമത്തോടു കൂടിയിട്ടാണ് വിശ്വാമിത്രനെ വരവേൽക്കുന്നത്. കാരണം വിശ്വാമിത്രന്റെ വരവ് അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇത് എന്തിനായിരിക്കാം വരവ് എന്ന് വസിഷ്ഠനോട് ചോദിക്കുകയാണ്, എന്തായിരിക്കാം ഉദ്ദേശം. അപ്പോൾ വസിഷ്ഠൻ പറയുകയാണ്, വസിഷ്ഠന് എന്താണ് എല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വസിഷ്ഠൻ പറയുകയാണ്, അത് വരവിന് ഒരു വലിയൊരു ഉദ്ദേശമുണ്ട്, അതിപ്പോൾ മനസ്സിലാവുമെന്ന് പറയുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, ഞാനെന്താണ് അമാവാസ്യ നാളുകൾ തോറും പിതൃദേവതകളെ ആരാധിക്കാറുണ്ട്, അവർക്ക് ഹോമങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ അതിപ്പോൾ കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ കാരണം മാരീചൻ, സുബാഹു എന്നീ വലിയ ബലവാന്മാരായ അസുരന്മാരുടെ നേതൃത്വത്തിൽ ഒരു അസുര പടകൾ വന്ന് ഇതൊക്കെ മുടക്കുന്നു. അതിലേക്ക് രക്തവും ഒക്കെ എറിഞ്ഞിട്ട്, മാംസമൊക്കെ എറിഞ്ഞിട്ട് ഈ യാഗമൊക്കെ മുടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അതിന് ഈ രാമകുമാരനെ എൻ്റെ കൂടെ അയക്കണം എന്ന് പറയുന്നു. അപ്പോൾ ദശരഥൻ ആകെ വിഷമിക്കുകയാണ്. ദശരഥൻ വസിഷ്ഠനോട് വീണ്ടും പറയുകയാണ്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വസിഷ്ഠനോട് പറഞ്ഞ്, എനിക്ക് രാമനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടി സാധിക്കില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. വസിഷ്ഠൻ പറയുകയാണ്, ഇത് തീർച്ചയായിട്ടും അയക്കണം. എന്നിട്ട് ദശരഥനോട് ഇവിടെ പറയുകയാണ്, അങ്ങ് മുൻജന്മത്തിൽ കശ്യപ പ്രജാപതിയായിരുന്നു, അങ്ങയുടെ ഭാര്യ അതിഥി ദേവിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിഥി ദേവിയുടെ പുനർജന്മമാണ് കൗസല്യ, അങ്ങ് കശ്യപ പ്രജാപതിയുടെ പുനർജന്മമാണ്. അങ്ങയുടെ പുത്രനായിട്ട് വന്ന് പിറന്നിരിക്കുന്നത് സാക്ഷാൽ നാരായണൻ തന്നെയാണ്. അതേസമയത്ത് ഇവിടെ നിന്നാണ് വിദേഹത്ത് ജനകന്റെ പുത്രിയായിട്ട് യോഗമായ അവതരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെ സംയോജിപ്പിക്കാനാണ് വിശ്വാമിത്രൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിശ്വാമിത്രന് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യവുമായിട്ടാണ് വിശ്വാമിത്രൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ദൗത്യ പൂർത്തീകരണത്തിനായിട്ട് അങ്ങ് രാമനെ വിശ്വാമിത്രന്റെ കൂടെ അയക്കണം, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ യാത്ര നല്ലതിനാണെന്ന് പറയുകയാണ്. അങ്ങനെ ആയുധങ്ങളൊക്കെ എന്തിയിട്ട് കൂടെ ലക്ഷ്മണനുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞില്ല, അതായത് കൗസല്യക്ക് കിട്ടിയ പായസത്തിന്റെ പകുതിയാണ് സുമിത്രക്ക് കൊടുത്തത്, കൈകൈ കിട്ടിയ പായസത്തിന്റെ പകുതിയാണ് സുമിത്രക്ക് കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്താണ്, ഈ 2 പേരോടും, ഒരാളെന്നാണ് ലക്ഷ്മണൻ ശ്രീരാമനോട് എപ്പോഴും ഒന്നാണ് അടുത്ത് നിൽക്കുന്ന ആളും, ശത്രുഘ്നൻ ഭരതനോട് എപ്പോഴും അടുത്ത് നിൽക്കുന്ന ആളുമാണ്. അപ്പോൾ ലക്ഷ്മണനും കൂടെ ശ്രീരാമന്റെ കൂടെ പോവുകയാണ്. അങ്ങനെ ഈ 2 രാജകുമാരന്മാരും ധർമ്മരക്ഷയ്ക്കായിട്ട് വിശ്വാമിത്രന്റെ കൂടെ കാട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ കാട്ടിലോട്ട് പോകുന്ന സമയത്താണ് താടക എന്ന അതിഭയങ്കരിയായിട്ടുള്ള രാക്ഷസി അധിവസിക്കുന്ന ഒരു വലിയ ഘോരവനത്തിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഇവിടെ വിശ്വാമിത്രൻ ഇവരോട് പറയുകയാണ്, ഇവിടെ താടക എന്നുള്ള അതിഭയങ്കരിയായിട്ടുള്ള രാക്ഷസി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ശ്രീരാമൻ ഒരു ഞാണൊലി മുഴക്കുകയാണ്. ആ ഞാണൊലി മുഴക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇവർ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് താടക ഓടി വരികയാണ്. ശ്രീരാമൻ ഒരു അസ്ത്രം ചെയ്തിട്ട് താടകയെ വധിക്കുകയാണ്. അപ്പോൾ ആ താടക എന്നാണ് ഒരു സുന്ദരിയായിട്ട് ഒരു യക്ഷിയായിട്ട് മാറുകയാണ്. പിന്നീട് മുക്തി തേടി ദേവലോകത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ യാത്രയിലാണ് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ബല അതിബല എന്നുള്ള മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നത്. വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാനുള്ള മന്ത്രമാണ്. പല കാര്യങ്ങളും ഈ യാത്രയിലാണ് പഠിക്കുന്നത്. ശരിക്കും വിശ്വാമിത്രന്റെ കൂടെയുള്ള ഈ യാത്ര എന്ന് പറയുന്നത് വസിഷ്ഠന്റെ അടുത്ത് നിന്ന് പല ഭാഗങ്ങളും പഠിച്ചു. അപ്പൊ ആ പഠനത്തിന് ശേഷമുള്ള ഒരു ഉന്നത പഠനമാണ്, രാമലക്ഷ്മണന്മാരുടെ ഒരു ഉന്നത പഠനമാണ് ഈ യാത്ര. ഇവിടെ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് വിശപ്പും ദാഹവും ഇല്ലാതിരിക്കാനുള്ള ബല അതിബലയൊക്കെ ഇവിടെ ഉപദേശിച്ചു കൊടുത്തു. ഇത് പിന്നീട് വനവാസ കാലത്ത് സീതേനെ അന്വേഷിച്ച് നടക്കുന്ന സമയത്തൊക്കെ ഇത് ഉപകാരപ്രദമാവുകയാണ്. അങ്ങനെ പല വിദ്യകളും ഇവിടെ ഈ വിശ്വാമിത്രന്റെ കൂടെയുള്ള യാത്രയിൽ പഠിക്കുകയാണ്. പല ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൂടെ തന്നെ താമസിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ഇവരെ വിളിച്ചുണർത്തുന്ന നമ്മൾ സുപ്രഭാതത്തിൽ കേൾക്കാറില്ല, കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതി ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യക എന്നുള്ള വരികൾ വാൽമീകി രാമായണത്തിലെ വരികളാണത്. അപ്പോൾ അതൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. അങ്ങനെ ഇവർ പോയി സിദ്ധാശ്രമത്തിലേക്ക് എത്തുകയാണ്. അവിടെ എല്ലാ മുനി വാടങ്ങളും കാണുകയാണ്. അവിടെ യാഗം നടക്കുകയാണ്. അമാവാസി വന്നിട്ട് യാഗം നടക്കുകയാണ്. അപ്പോൾ യാഗം നടക്കുന്ന സമയത്ത് തന്നെ ഈ രാക്ഷസ പടകൾ വരികയാണ്. അവർ ഈ യാഗ അഗ്നിയിൽ രക്തമഴ പെയ്യിക്കുകയാണ്. ഈ രക്തമഴ പെയ്യിക്കുന്ന സമയത്ത് അവിടെ യാഗരക്ഷയ്ക്കായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും ആയുധം എഴുതിയിട്ടുണ്ട്. ഇവർ ശ്രീരാമൻ എന്താണ് അസ്ത്രം എഴുതുകയാണ്. അസ്ത്രം എഴുതുന്ന സമയത്ത് ഇതിന്റെ ഈ പടയുടെ നായകന്മാർ, പടയത്തിലെ ഒരുപാട് സൈന്യങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞു. പടയുടെ നായകന്മാരായിട്ടുള്ള ആൾക്കാരാണ് സുബാഹു മാരീചനും. അപ്പോൾ സുബാഹു രാമാസ്ത്രമേറ്റ് മരിക്കുകയാണ്. പക്ഷെ മാരീചൻ എന്താണ് ചെയ്യുന്നത്? ഓടുകയാണ്. രാമബാണത്തെ പേടിച്ച് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് പിറകെ തന്നെ രാമബാണവും വരികയാണ്. അപ്പോൾ മാരീചൻ പല സ്ഥലങ്ങളിൽ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് നോക്കി. പല സ്ഥലങ്ങളിൽ പോയ സമയത്തൊക്കെ രാമബാണം പറയുകയാണ്. സമുദ്രത്തിലടക്കം പോയി നോക്കി ഓടി ഒളിക്കാൻ. പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം ശ്രീരാമന്റെ കാൽക്കൽ തന്നെ രക്ഷ പ്രാപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശ്രീരാമ ഭക്തനായിട്ട് മാരീചൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ മുഴുവൻ രാക്ഷസ പടയെയും ഈ രാക്ഷസ നേതാക്കന്മാരെയും ഒക്കെ രാമലക്ഷ്മണന്മാർ ഇല്ലാതാക്കി. അവിടെ യാഗാദി കർമ്മങ്ങൾക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവിടെ ആശ്രമവാസികൾക്ക്, സന്യാസിമാർക്ക് ഇനി യാതൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് വളരെ സുഖമായിട്ട് അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ഥിതി വന്ന സമയത്ത് ദേവന്മാർക്ക് പുഷ്പവൃഷ്ടി നടത്തുകയാണ്. അങ്ങനെ എല്ലാവരും സന്യാസിമാരൊക്കെ വളരെ സന്തോഷം, മഹർഷിമാരൊക്കെ വളരെ സന്തോഷത്തിലായി. വിശ്വാമിത്രൻ ഈ രാമനെയും ലക്ഷ്മണനെയൊക്കെ മടിയിൽ ഇരുത്തിയിട്ട് നല്ല പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റു പല പാഠഭാഗങ്ങൾ അവർക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. അങ്ങനെ വിശ്വാമിത്രൻ പറയുകയാണ്, ഇനി നമ്മൾ എന്താണ് നേരെ വിദേഹത്തേക്ക് പോകണം. അവിടെ ഒരു വലിയ മഹായജ്ഞമുണ്ട്. അതായത് ശ്രീ പരമേശ്വരന്റെ ത്രയംബകം എന്ന വില്ല് അവിടെ ജനകന്റെ രാജധാനിയിലുണ്ട്. അവിടെ വെച്ച് പൂജിക്കുകയാണ്. പല രാജാക്കന്മാരും വന്നും പോകുന്നൊക്കെ ഉണ്ട്. നമുക്കത് കാണണം, ത്രയംബക കാണണം, ആ മഹാവില്ല് നമുക്കൊന്ന് കാണണം. അതിന് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവർ വിശ്വാമിത്രന്റെ കൂടെ നേരെ മിഥിലയിലേക്ക് തിരിക്കുകയാണ്. വിദേഹം എന്ന് പറയുന്നത് മിഥില തന്നെയാണ്. അവിടത്തേക്ക് തിരിക്കുകയാണ്. അങ്ങനെ അവർ ഗംഗാനദീ തീരത്തൂടെ പോകുന്ന സമയത്താണ് അവിടെ നല്ലൊരു ആശ്രമം കാണുന്നത്. അതായത് ദിവ്യമായിട്ടുള്ള വൃക്ഷങ്ങളും വള്ളികളും പൂക്കളും ഒക്കെയുള്ള നല്ലൊരു ആശ്രമം. അവിടെ എന്താണ് ഈ ആക്രമിക്കുന്ന രീതിയിലുള്ള വന്യജീവികളൊന്നുമില്ല. അല്ലാത്ത നല്ല ജീവികൾ, മാനെ പോലൊക്കെയുള്ള നല്ല ജീവികളിൽ ഘോര വന്യജീവികളൊന്നും ഇല്ലാത്ത ഒരു നല്ല ആശ്രമം. അപ്പൊ ആശ്രമം കണ്ട സമയത്ത് തന്നെ ശ്രീരാമന് വളരെ നല്ല സന്തോഷം തോന്നി. ശ്രീരാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു, ഈ ആശ്രമം കാണുമ്പോൾ തന്നെ, ഈ സ്ഥലം കാണുമ്പോൾ, ആശ്രമം ഒന്നും മനസ്സിലാകുന്നില്ല, ഈ സ്ഥലം കാണുമ്പോൾ നല്ലൊരു പരിപാവനമായിട്ടുള്ള സ്ഥലമാണല്ലോ, ഇത് ഏതാ സ്ഥലം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, ഇത് ഗൗതമാശ്രമമാണ് എന്ന് പറയുന്നു. ഇവിടെ പണ്ട് ഒരു പഴയ കഥയാണ്. ഇവിടെ താപസ ശ്രേഷ്ഠനായിട്ടുള്ള ഗൗതമ മഹർഷി താമസിച്ചിരുന്ന ആശ്രമമാണിത്. അദ്ദേഹം തന്റെ പൂജാകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഇവിടെ അധിവസിക്കുകയായിരുന്നു. ആ സമയത്താണ് ബ്രഹ്മാവിന്റെ പുത്രിയായിട്ടുള്ള അഹല്യയെ ബ്രഹ്മാവ് ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവരിവിടെ ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ഇവിടെ താമസിച്ചിരുന്നത്. അങ്ങനെ ഈ അഹല്യ ഭർത്തൃ ശുശ്രൂഷയിൽ നല്ല വിദഗ്ധയായിരുന്നു, നല്ല സ്ത്രീയൊക്കെ ആയിരുന്നു, നല്ല നിഷ്ഠയൊക്കെ നടത്തുന്ന ആളായിരുന്നു, ബ്രഹ്മചര്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്നവളായിരുന്നു. പക്ഷെ വളരെ സന്തോഷത്തോടു കൂടി അവരിങ്ങനെ ജീവിക്കുന്ന സമയത്താണ്, താപസന്മാരായിട്ട് ജീവിക്കുന്ന സമയത്താണ് ദേവേന്ദ്രൻ എന്താണ് ഈ വിശ്വമോഹിനിയായിട്ടുള്ള അഹല്യയെ കാണുന്നതും അവളിൽ താല്പര്യം ഉദിക്കുന്നതും. അങ്ങനെ കാമാന്ധനായിട്ട് ദേവേന്ദ്രൻ ഇവിടെ വന്ന്
ഒരു ദിവസം എന്താണ് നേരം പുലരുന്നതിന് മുൻപേ തന്നെ നേരം പുലർന്നു എന്ന തോന്നലുണ്ടാക്കിയിട്ട് ഗൗതമ മഹർഷി സ്നാനത്തിനായിട്ട് പോകുന്ന സമയത്ത് ദേവേന്ദ്രൻ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ വന്ന് ഇവിടെ അഹല്യയെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗംഗാനദി ഉണർന്നില്ല, നേരം പുലർന്നില്ല എന്ന് മനസ്സിലാക്കിയ ഗൗതമൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് കാണുന്നത് തൻ്റെ രൂപത്തിൽ അവിടെ അഹല്യയുടെ കൂടെ വേറൊരു പുരുഷനെയാണ് കാണുന്നത്. ഗൗതമൻ വളരെ കോപിഷ്ഠനായിട്ട് ഈ ദേവേന്ദ്രനോട് പറയുകയാണ്, ഇപ്പം ഞാൻ നിന്നെ ശപിച്ച് ഭസ്മമാക്കും, അതിനു മുമ്പേ നീ ആരാണെന്ന് പറഞ്ഞോ എന്ന് പറയുകയാണ്. അപ്പൊ ദേവേന്ദ്രൻ ആകെ ഭയന്ന് പറക്കുകയാണ്. ദേവേന്ദ്രൻ തൊഴുകൈകളോടുകൂടി ഗൗതമനോട് പറയുകയാണ്, ഞാൻ ദേവേന്ദ്രനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതമൻ ദേവേന്ദ്രനെ ശപിക്കുകയാണ്, എനിക്ക് 1000 യോനികൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഗൗതമനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അഹല്യയെ ശപിക്കുകയാണ്, നീ എന്താണ്, നീ വഞ്ചിച്ചു, അതുകൊണ്ട് നീ ഒരു ശിലയായിട്ട്, അതായത് ശില പോലെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീരാമൻ ഇതുവഴി കടന്നു വരും, ആ സമയത്ത് നിനക്ക് ശാപമോക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ഗൗതമ മഹർഷി ഹിമാലയത്തിലോട്ട് തപസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അന്ന് മുതൽ അഹല്യ ഇവിടെ ഒരു ശില പോലെ രാമനെ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് രാമനെ എന്ന് വെച്ചാൽ ഇവിടെ എഴുത്തച്ഛൻ ആദ്യം തന്നെ പറഞ്ഞു പരമാത്മാവിടെ രാമന്റെ രൂപത്തിലാണ്. അപ്പൊ പരമാത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അഹല്യ ഇവിടെ ശില പോലെ തപസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ആ തപസ് ചെയ്യുന്ന അഹല്യയുടെ അടുത്തോട്ട് ശ്രീരാമൻ എത്തുകയാണ്. രാമോഹം എന്ന് പറഞ്ഞുകൊണ്ട് ആ പാദം ആ ദേവിയുടെ ശിരസിൽ സ്പർശിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അഹല്യ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ അഹല്യ കാണുകയാണ് മുന്നിൽ എന്താണ് അമ്പും വില്ലൊക്കെ ഏന്തിയിട്ട് മഞ്ഞപ്പട്ടൊക്കെ എടുത്തിട്ട് നെഞ്ചിൽ ശ്രീവത്സം മറുകൊക്കെയുള്ള ശ്രീരാമനെ, ഒന്നിച്ചടുത്ത് നിൽക്കുന്ന ലക്ഷ്മണനെ, തൊട്ടടുത്ത് നിൽക്കുന്ന വിശ്വാമിത്രനെ ഒക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അഹല്യാദേവി വളരെ സന്തോഷത്തോടു കൂടി ശ്രീരാമദേവനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. ശ്രീരാമദേവൻ പുഞ്ചിരിച്ചുകൊണ്ട് ശോഭ വിതറിക്കൊണ്ട് ഇങ്ങനെ അവിടെ മുന്നിൽ നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇവിടെ സാഷ്ടാംഗം സ്തുതിച്ചുകൊണ്ട് ഇവിടെ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് അഹല്യാദേവി. ആ സാഷ്ടാംഗം പ്രണമിച്ച് ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഈ അഹല്യ ശാപമോക്ഷത്തോട് കൂടിയിട്ട് നമുക്ക് 2-ാം ദിവസത്തെ പാരായണം നമുക്കിവിടെ സമാപിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തത് 3-ാം ദിവസത്തെ പാരായണത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് 2-ാം ദിവസത്തെ പാരായണത്തിലുള്ളത്. ഇനി ഒരു ദിവസം കൂടി, അടുത്ത ദിവസം കൂടി, 3-ാമത്തെ ദിവസം കൂടി നമ്മൾ പാരായണം നടത്തിയാൽ നമ്മൾക്ക് ഈ അധ്യാത്മ രാമായണത്തിന്റെ 6 കാണ്ഡങ്ങളിൽ ആദ്യത്തെ കാണ്ഡമായിട്ടുള്ള ബാലകാന്ഡം നമുക്കവിടെ പൂർത്തിയാകും. നന്ദി, നമസ്കാരം.